കേസിന്റെ അവസ്ഥ ഇപ്പം കോടതിയിലാണ്. നമ്മള് കൊടുത്ത പരാതിയിൽ, അതായത് പോലീസിന് ഞാൻ നേരിട്ട് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കൊടുത്ത പരാതിയിൽ പോലീസ് 6 മാസം കൊണ്ട് എല്ലാ വിദഗ്ധമായി തെളിയിച്ചു കഴിഞ്ഞു. അതിന് മുമ്പേ പിന്നെ കത്രിക വയറ്റിൽ നിന്ന് എടുത്തൊരു സംഭവം, അതിൽ ആർക്കും തർക്കമില്ല. മെഡിക്കൽ നെഗ്ലിജൻസ് നടന്നു എന്നുള്ളതിൽ ആർക്കും തർക്കമില്ലല്ലോ. അപ്പം അവിടെ ഇനി പോയി തെളിയിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ ഇത് ആര് ചെയ്തു എന്നുള്ളതും അവിടെ തെളിഞ്ഞു കഴിഞ്ഞു. എവിടെ 3ാമത് സർജറിയിലാന്നുള്ള പോലീസ് വിദഗ്ധമായി തെളിയിച്ചു കഴിഞ്ഞു. ഇനി അവർക്കുള്ള ശിക്ഷാ നടപടിക്ക് വേണ്ടിയിട്ടാണ് ക്രിമിനൽ കേസ്. പോലീസ് യഥാസമയം കേസെടുത്തില്ലേ? പ്രോസിക്യൂഷൻ കേസിട്ടു അല്ലേ? നമ്മൾ കേസ് കൊടുത്തു, FIR ഇട്ടു, അന്വേഷണം തുടങ്ങി. 6 മാസത്തിന് അവർ റിപ്പോർട്ട് സമർപ്പിച്ചു. 2023 ഡിസംബറിൽ അവർ കുറ്റപത്രം സമർപ്പിച്ചു കുന്നമംഗലം കോടതിയിൽ. അപ്പം നമ്മൾ ആശ്വസിച്ചു, ഇനി ഒരു വിചാരണ വരും. പക്ഷെ അവിടെ ഒന്നും നമ്മൾ കത്രിക കുടുങ്ങിയോ ഇല്ലേ, അല്ലെങ്കിൽ ഇവിടെ മെഡിക്കൽ സംശയമില്ലല്ലോ, ഒരു സംശയമില്ല. എത്ര കൊല്ലം ഈ കത്രികയായിട്ട് നടന്നു? 5 വർഷം. ഏത് ഓപ്പറേഷൻ പോയപ്പോഴാണ് കത്രിക കുടുങ്ങിയത്? 3 സിസേറിയനാ നടന്നിട്ടുള്ളത്. 3ാമത്തെ സിസേറിയൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയ ആ ഒരു സർജറിയിലാണ് നടന്നിട്ടുള്ളത് ഉറപ്പാണ്, അതിലൊരു സംശയം. സമരം ചെയ്ത് മടുത്തോ നിങ്ങള്? നീതി കിട്ടുന്നവരെ സമരം ചെയ്യുന്നുള്ളതാണ്. കാരണം അവർ പറയുന്ന കാര്യത്തില് നീതി നൽകാതിരിക്കാനുള്ള കാര്യത്തില് ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യമാണ്. കാരണം അത്രക്കും ഇതിവിടെ മെഡിക്കൽ നെഗ്ലിജൻസ് നടന്നുണ്ട് എന്നുള്ളത് 100% ഉറപ്പായ കാര്യമാണ്. ഇപ്പൊ അവർ പറയുന്നത് നീതി തരാൻ കോടതിയിലാണ്, അത് കോടതിയിൽ നിന്ന് വരട്ടെ എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി അടക്കം പറയുന്നത്. കോടതി പറയേണ്ടത് കോടതി അല്ലല്ലോ നഷ്ടപരിഹാരം തരേണ്ടത്. ഇവിടെ മെഡിക്കൽ നെഗ്ലിജൻസ് നടന്നുണ്ട്, വയറ്റിൽ കത്രിക പുറത്തെടുത്തതൊക്കെ സർക്കാർ ഹോസ്പിറ്റലിൽ നിന്നാണ്. ആ സർക്കാർ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത കത്രിക എടുത്തത് പിന്നെ പോയി കോടതി തെളിയിക്കുക എന്ന് പറയുമ്പോൾ അത് കോടതി തെളിഞ്ഞ കാര്യം പിന്നെ വീണ്ടും കോടതി തെളിയിച്ച് നമ്മളെ വീണ്ടും ദുരിതത്തിലാക്കുകയാണ്. അർച്ചനയ്ക്ക് നീതി ലഭിച്ചില്ല എന്നാണ് നിങ്ങളുടെ പക്ഷം അല്ലേ? തീർച്ചയായും.